ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയെ പ്രഖ്യാപിച്ച ബി.ജെ.പി. പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയായും വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായും ബി.ജെ.പി. നിയമസഭാ കക്ഷിയോഗം തെരഞ്ഞെടുത്തു. 2.5 പതിറ്റാണ്ടിന് ശേഷം ഡൽഹിയിലെ തിരിച്ചുവരവ് വൻ ശക്തിപ്രകടനമാക്കാനൊരുങ്ങുകയാണ് ബി.ജെ.പി. മുഖ്യമന്ത്രിയും 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ സുഷമ സ്വരാജിന് പിൻഗാമിയായി മറ്റൊരു ബി.ജെ.പി. വനിതാ മുഖ്യമന്ത്രി. ദിവസങ്ങൾ നീണ്ട സസ്പെൻസിനൊടുവിൽ മുഖ്യമന്ത്രി ആരെന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ ബി.ജെ.പി. ആസ്ഥാനത്തും രേഖ ഗുപ്തയുടെ വസതിയിലും ആഹ്ലാദം അണപൊട്ടി. എല്ലാവരുടെയും അനുഗ്രഹത്തിനും പിന്തുണയ്ക്കും നന്ദിയെന്ന് രേഖ ഗുപ്തയുടെ ആദ്യ പ്രതികരണം. थैंक्स करना चाहूंगी. धन्यवाद आदरणीय मोदी जी को, अपनी पार्टी के शीर्ष नेतृत्व को और दिल्ली की जनता को, जिन्होंने ये मौका 27 साल बाद दिल्ली में एक नया अध्याय. മുൻ മുഖ്യമന്ത്രിമാരായ അതിഷിയും അരവിന്ദ് കെജ്രിവാളും പുതിയ മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ബി.ജെ.പി. നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുമെന്നും എ.എ.പി. നേതാക്കൾ. मैं रेखा गुप्ता जी को बहुत बहुत बधाई देना चाहूंगी और मैं उम्मीद करती हूं कि जो वादे भारतीय जनता पार्टी ने दिल्ली के लोगों को किए हैं. നിയമസഭാ കക്ഷിയോഗത്തിൽ ഐകകണ്ഠേനയാണ് രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ആദ്യഘട്ട ചർച്ചകളിൽ 7 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ബനിയ സമുദായത്തിൽ നിന്നുള്ളവരെ മുഖ്യമന്ത്രിയായി പരിഗണിച്ചാൽ വിജേന്ദർ ഗുപ്ത, രേഖ ഗുപ്ത എന്നിവർക്കാകും സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 9 പേർ രേഖയുടെ പേര് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ. പർവേഷ് വർമ്മയും വിജേന്ദർ ഗുപ്തയും ഉൾപ്പെടെ രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തെ പിന്താങ്ങുകയായിരുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിനെ തോൽപ്പിച്ച ബി.ജെ.പിയുടെ ജയന്റ് കില്ലർ പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയായും മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായും നിയമസഭാ കക്ഷിയോഗം തെരഞ്ഞെടുത്തു. 2 പതിറ്റാണ്ടിന് ശേഷം രാജ്യതലസ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ് വൻ ആഘോഷമാക്കുകയാണ് ബി.ജെ.പി. വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കി വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളാണ് രാംലീല മൈതാനത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, എൻ.ഡി.എ. നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സാധാരണ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചാകും പരിപാടി. തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചടങ്ങിൽ പങ്കെടുക്കും. സിനിമ, കായിക, വ്യവസായ രംഗങ്ങളിലെ പ്രമുഖർക്കും പ്രധാന മതനേതാക്കൾക്കും വ്യവസായികൾക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സുരക്ഷയൊരുക്കാൻ 25,000 പോലീസ് സേനാംഗങ്ങളും 15 കമ്പനി അർദ്ധസൈനിക സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.